ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു കുഴക്കട്ട. ഇത് എന്തുമായിരുന്നു കുഴക്കട്ട അറിയോ? അവിൽ വെച്ചിട്ടുള്ള കുഴക്കട്ടയാണ്. എന്ത് അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിച്ചു നോക്കൂ. ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നപ്പോൾ നമുക്ക് നോക്കാം. 1 കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത് ഞാൻ. നമുക്ക് വെള്ള അവിൽ ഉപയോഗിക്കാം, ചുവന്ന അവിലെടുക്കാം. ഏത് വേണം, ഞാൻ ചുവന്ന അവിലാണ് ഉപയോഗിച്ചിരിക്കണേ. എൻ്റെ കയ്യിൽ രണ്ടും ഉണ്ട്, പക്ഷേ ഇതെടുത്തു. ഇതിനെ ഒരു 45 മിനിറ്റ് 1 മണിക്കൂറോളം വെള്ളത്തിലൊന്ന് കുതിർത്തി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് കടുകിടുക. എല്ലാ സാധനങ്ങളും ഓരോന്നായിട്ടിടുക. കടുകിടുക, ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇടുക, 1/2 ടീസ്പൂൺ കടുകിടുക, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് വറുക്കുക. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, എരിവനുസരിച്ച് പച്ചമുളക്, ഇഞ്ചിയൊക്കെ നല്ലോണം ചേർക്കാം. പിന്നെ ഉള്ളി, വലിയ ഉള്ളി ചേർക്കുക, ചെറിയ ഉള്ളി ചേർക്കുക. ഞാൻ രണ്ടും കൂടിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. നല്ലോണം ചേർത്താൽ നല്ലതാണ്. അതും ഒന്ന് വഴട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പില ചേർക്കുക. കുറച്ച് നല്ലോണം മല്ലിയില ഇടുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മളതിലേക്ക് കായം ചേർക്കാം. കായം ഓപ്ഷണലാണ്, ഞാൻ ചേർത്തു, നന്നായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കായപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് കൂടെ തന്നെ നല്ലോണം ഉപ്പിടുക. നല്ലോണം വേണ്ടത്ര, നല്ലോണം എന്നല്ല, ഉപ്പിടുക. കൂടെ തന്നെ തേങ്ങയിൽ ഇത്തിരി കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അവിലെല്ലാം ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന ശേഷം നമ്മൾ ഈ വറുത്ത സാധനങ്ങളെല്ലാം സോക്ക് ചെയ്ത് വെച്ച അവിലേക്ക് ഇടുക. അവിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോഴേക്കും നന്നായി കുതിർന്നിട്ടുണ്ടാവും കേട്ടോ. 45 മിനിറ്റ്സ് പാകത്തിൽ വെള്ളം വെച്ച് കുതിർത്തിയെടുക്കുക. എന്നിട്ട് നന്നായി ഈ ഇട്ടതെല്ലാം, ഈ വറുത്ത മിക്സ് എല്ലാം അതിലേക്ക് കൊട്ടുക. തേങ്ങ ഇട്ടിട്ട് ഒരുപാട് നേരം വറുക്കരുത്. എന്നിട്ട് ഉണ്ട പിടിച്ച ശേഷം നമ്മളതിനെ, എനിക്കൊരു 10 ഉണ്ട കിട്ടിയിട്ടുണ്ട്. ധാരാളം. സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റിയ ശേഷം എടുത്തിട്ട് നല്ലോണം നല്ല ചട്നി, പിന്നെ ആ മുളക് സമ്മന്തി ഉണ്ടല്ലോ, അത് വളരെ ടേസ്റ്റാണ്. വെളുത്തുള്ളി, ഉള്ളി, മുളക്, പിന്നെ തക്കാളി, ഇത്തിരി ഉള്ളി എല്ലാം കൂടിയിട്ട് അരച്ചതാണ്. ചട്നി ആണെങ്കിൽ ഇഞ്ചി, പച്ചമുളക്, കുറച്ച് പൊട്ടുകടല എല്ലാം കൂടിയിട്ട് അരച്ചതാണ്. ഈ സമ്മന്തി കൂട്ടി കഴിക്കുമ്പോഴൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, എൻ്റെ പറയാൻ വയ്യ. സോ ടേസ്റ്റി. ചൂടോടെ അത് കഴിച്ച് നോക്കാം. നല്ല സോഫ്റ്റായിരിക്കുന്നുണ്ട് ആ കൊഴുക്കട്ട. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളിതെന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ ചട്നി ആണെങ്കിൽ കൂട്ടി കഴിക്കാം. പിന്നെ ഇതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പറഞ്ഞാൽ ഇത്തിരി നെയ്യും പഞ്ചസാരയോ വെറും പഞ്ചസാരയോ കൂട്ടിയിട്ടും കഴിക്കാം. പഞ്ചസാര ഇഷ്ടമുള്ളവർ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്, എന്നാലും ഞാൻ പറയാം. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് തരണം കേട്ടോ. ആ സമ്മന്തിയുടെ ഒരു ടേസ്റ്റും ഇതും. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് എനിക്കൊരു ഫീഡ്ബാക്ക് തരിക. അടുത്ത വീഡിയോയിൽ കാണാം.